തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന് പുത്തൻ ഉണർവേകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബിജെപി സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കും. രാവിലെ പാലാരിവട്ടം റിനൈ ഹോട്ടലിൽ നടക്കുന്ന സംസ്ഥാന നേതൃയോഗം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാകും കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ അമിത്ഷാ എത്തുക. ദ്വിദിന സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് അമിത്ഷാ കൊച്ചിയിലെത്തിയത്. സ്വകാര്യ ചടങ്ങ് നടക്കുന്ന ബോൾഗാട്ടിയിൽ നിന്ന് നിഷ ദിലീപ്, കോർ കമ്മിറ്റി യോഗം നടക്കുന്നിടത്ത് നിന്ന് ജിജീഷ് കരുണാകരൻ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം നിഷ ദിലീപിലേക്കാണ് പോകുന്നത്. നിഷ, വലിയ ആവേശത്തിലാണ് ബി.ജെ.പി. വലിയ പുത്തൻ ഉണർവ് നൽകാൻ വേണ്ടി അമിത്ഷാ ഇന്ന് അവിടെ എത്തിയിരിക്കുകയാണ്. കോർ കമ്മിറ്റി യോഗം നടക്കാൻ പോകുന്നു. വിവരങ്ങൾ എന്തെല്ലാം? നിലിമ, ഞാനിപ്പോൾ ഉള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടി നടക്കുന്ന ബോൾഗാട്ടിയിലെ സ്വകാര്യ ഹോട്ടലിന് മുന്നിലാണ്. അല്പസമയം മുമ്പ് പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം താമസിച്ചിരുന്ന ഈ ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്വകാര്യ ചടങ്ങ് നടക്കുന്ന സ്ഥലം. അദ്ദേഹം ആ ഹോട്ടലിന് അകത്തുകൂടെ തന്നെ ആ ചടങ്ങിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ആ ചടങ്ങ് തുടങ്ങിക്കഴിഞ്ഞു, ആ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 11:50 അദ്ദേഹം ഈ പരിപാടി കഴിഞ്ഞ് ആ വേദിയിൽ നിന്നിറങ്ങി റോഡ് മാർഗം പാലാരിവട്ടത്തെ ഹോട്ടലിലേക്ക് പോകും. അവിടെയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം നടക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കൊച്ചി നഗരത്തിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹം ഇറങ്ങുന്നതിൻ്റെ സമയം അനുസരിച്ച് ഈ റോഡൊക്കെ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം 12 മണിക്ക് പാലാരിവട്ടത്ത് ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം നടക്കുന്ന ഇടത്തേക്ക് എത്താനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും പറഞ്ഞതിലും സമയത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 12 മണിയോടുകൂടി ആയിരിക്കും അദ്ദേഹം പാലാരിവട്ടത്ത് നടക്കുന്ന ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിന് എത്തുക. എന്തായാലും അവിടേക്ക് പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. 12 മണിയോടുകൂടി അദ്ദേഹം ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്യാനായി എത്തും. അതിനുശേഷം 1:30 അവിടെ നിന്ന് ഇറങ്ങി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. 11:50 ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വഴിയിലൂടെ ആയിരിക്കും അദ്ദേഹം ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം നടക്കുന്ന പാലാരിവട്ടത്തേക്ക് പോകുന്നത്. നീലിമ. ശരി നിഷ, അമിത്ഷാ പങ്കെടുക്കുന്ന സ്വകാര്യ ചടങ്ങ് നടക്കുന്ന ബോൾഗാട്ടി പാലസിന് മുന്നിൽ നിന്നാണ് നിഷ വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ജിജീഷ് കരുണാകരനിലേക്ക് കൂടി പോകുകയാണ്. ജിജീഷ്, നിഷ നൽകുന്ന വിവരമനുസരിച്ച് 11:50 അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ ഏതാണ്ട് ഒരു 12 മണിയോടെയായിരിക്കും ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ സാധ്യതയുള്ളത്, ആ കോർ കമ്മിറ്റി യോഗത്തിൽ എത്തിച്ചേരാൻ ഇടയുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംഘടനാ സംവിധാനത്തെ അടിമുടി പുത്തൻ ഉണർവിലേക്ക് നയിക്കാനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള യോഗമാണല്ലോ അവിടെ നടക്കുന്നത്. വളരെ കൃത്യമായി ബി.ജെ.പിയുടെ മാർഗനിർദ്ദേശങ്ങൾ അമിത്ഷാ മുന്നോട്ട് വയ്ക്കും. വലിയ ഉണർവാണ് കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നേതാക്കളിൽ നിന്നടക്കം നമുക്ക് മനസ്സിലാകുന്നത്. മറ്റു വിവരങ്ങൾ? നീലിമ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു ഉണർവാണ് ഈ ഒരു നേതൃസംഗമത്തിലെത്തിയ ഭാരവാഹികൾക്കെല്ലാം തന്നെ. ഒപ്പം തന്നെ അവരത് പ്രവർത്തകരിലേക്ക് പകരുക കൂടി ചെയ്യുന്നതോടുകൂടി ചിട്ടയായ പ്രവർത്തനം, ഇതുവരെ ആരംഭിച്ചിരിക്കുന്ന പ്രവർത്തനം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കഴിയും. അതുകൊണ്ട് അത് തന്നെയാണ് നേരത്തെ മുമ്പ് വന്നപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആഹ്വാനം ചെയ്തതും. കാരണം കേരളം ബി.ജെ.പിക്ക് ഏറെ അകലെയല്ല, ബി.ജെ.പി കേരളത്തിൽ ഭരണത്തിൽ വരുന്ന കാലം വിദൂരവുമല്ല. അതിനുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാൽ വിജയത്തിലെത്തുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം മുമ്പ് ജൂലൈയിൽ ഇവിടെ എത്തിയപ്പോൾ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരുന്നു. അന്ന് വാർഡ് തല നേതൃസംഗമത്തിലായിരുന്നു അദ്ദേഹം പങ്കെടുത്തിരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഒരിക്കൽ കൂടി താൻ വരുന്നുണ്ട്, ഇതുവരെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോയിട്ടുള്ളത്, ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഇനി എന്തെല്ലാമാണ് എന്നത് അവലോകനം ചെയ്യുന്നതിന് കൂടി താൻ എത്തുമെന്ന് അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമിത്ഷാ ഇപ്പോൾ 12 മണിയോടെ നേതൃസംഗമം നടക്കുന്ന നേതൃസംഗമത്തിൽ മേഖലാതലം മുതൽ മുകളിലേക്കുള്ള ഭാരവാഹികളാണ് പങ്കെടുക്കുന്നത്. മേഖലാ തലത്തിലുള്ള പ്രഭാരിമാർ, ഒപ്പം തന്നെ പ്രസിഡന്റുമാർ, സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, മറ്റു മോർച്ച ഭാരവാഹികൾ, ഒപ്പം തന്നെ
വിവിധ ഘടകങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വന്ന പ്രവർത്തകർ ഓരോ ചുമതലകൾ പ്രഭാരിമാരെന്ന രീതിയിൽ ചുമതലകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അത്തരം നേതൃസ്ഥാനങ്ങളിലുള്ള ആളുകൾ കൂടി അമിത്ഷായുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട്. പ്രവർത്തകർക്ക് അത് വലിയ തോതിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം തന്നെയാണ് നൽകുക. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ തന്നെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് BJP മുന്നോട്ട് പോകുന്നത്. വാർഡ് തലത്തിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മാത്രമല്ല എങ്ങനെയാണ് ജനകീയ പദ്ധതികളെ, കേന്ദ്ര സർക്കാരിൻ്റെ ജനകീയ പദ്ധതികളെ എങ്ങനെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതുകൂടി അടിസ്ഥാനമാക്കി അത്തരത്തിലുള്ള ഒരു പ്രവർത്തന പദ്ധതിക്ക് കൂടിയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു രൂപരേഖ നൽകുക. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുണ്ട്. അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട്, യുവാക്കളുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട്, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട്. പല പദ്ധതികളും സംസ്ഥാനത്ത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ നിലവിലെ സംവിധാനങ്ങൾ അത് എത്തിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കൂടി അമിത്ഷാ അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. ആ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ പ്രവർത്തകർ ഉള്ളത്. അതിൻ്റെ ഒരു വിജയം ഇതുവരെ എത്രമാത്രം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി, ഇനി എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും ത്രിതല പഞ്ചായത്തുകളും എല്ലാം തന്നെ പിടിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ കൂടുതൽ കാര്യക്ഷമമായി രൂപം നൽകാമെന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും താരപ്രചാരകരിൽ ഒരാൾ തന്നെയാണ് ഇവിടെ എത്തുന്നത് എന്നതും നിരവധി വിജയങ്ങൾക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ BJP നേടിയ സമാനതകളില്ലാത്ത ഉജ്ജ്വല വിജയങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു നേതാവ്, സമുന്നതനായ നേതാവ്, സമാനതകളില്ലാത്ത നേതാവ് നരേന്ദ്രമോദിക്കും അമിത്ഷായ് പോലുള്ള അത്തരം നേതാക്കൾ, ആ നേതാക്കൾ ഇവിടെ എത്തുന്നു, അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, അവർ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ എത്തുന്നു എന്നത് ഈ നേതൃസംഗമത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നേരത്തെ കോർ കമ്മിറ്റി യോഗം, പുനഃസംഘടിപ്പിച്ച കോർ കമ്മിറ്റി യോഗം ചേർന്നപ്പോഴായിരുന്നു അമിത്ഷായുടെ വരുന്നതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പ് അന്ന് നൽകിയത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ആയിരുന്നു അദ്ദേഹം വരുന്നത് വ്യക്തമാക്കുകയും ചെയ്തത്. അന്ന് തന്നെ അദ്ദേഹം സുരേഷ് പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആവേശത്തിൻ്റെ നിലയിലേക്കും അവരുടെ കൂടുതൽ ശക്തമായ ഊർജ്ജസ്വലതയോടെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കാൻ അവർക്ക് പ്രേരണ നൽകുന്നത് കൂടിയായിരിക്കും അമിത്ഷായുടെ സന്ദർശനം എന്ന കാര്യമാണ്. ഇനിയും നിരവധി തവണ അദ്ദേഹം വരാനിരിക്കുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അടുത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് പിന്നാലെ എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയെല്ലാം കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾ, അങ്ങനെ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളിലൂടെ വാർഡ് തലത്തിലടക്കം പ്രവർത്തകരെ കൂടുതൽ സജീവമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ തന്നെ നിരവധി വാർഡുകൾ, ഡിവിഷനുകൾ പിടിച്ചെടുക്കാൻ കഴിയും. അതിലൂടെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും എല്ലാം തന്നെ ഭരണസാരഥ്യത്തിലെത്താൻ BJPക്ക് കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അത്തരമൊരു വിലയിരുത്തൽ തന്നെയാണ് പാർട്ടിക്കുള്ളത്. നേരത്തെയുള്ള നേതൃത്വം അതിന്റെ തുടർച്ചയായിട്ട് ആ വിലയിരുത്തലിലേക്ക് പാർട്ടിയെ നയിച്ച വളരെ കൃത്യമായ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. 20% വോട്ട്, 77,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു ലോക്സഭാ മണ്ഡലം നിൽക്കുകയാണ്. 11 അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നാമതാണ്, 9 രണ്ടാമത്, 30 കടുത്ത ത്രികോണ മത്സരം. അതായത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രത്തിൽ ഒരു തരത്തിലും ഒഴിവാക്കാനാകാത്ത കക്ഷിയായി BJP വളർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനനുബന്ധമായി വന്ന കണക്കുകളാണ്. 20% വോട്ട് ഷെയറുള്ള പാർട്ടി എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ സ്വാധീനം കേരളത്തിൻ്റെ സമൂഹത്തിൽ ഉണ്ട് എന്നത് ഈ ഇടത് വലത് മുന്നണികൾ അംഗീകരിക്കുന്നില്ലെങ്കിലും വളരെ കൃത്യമായ കണക്കാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ വളർച്ചയിൽ വലിയ രോഷാകുലരാണ് ഇടത് വലത് നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് അയിത്തം കൽപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് BJPയെ കൊണ്ടെത്തിക്കുന്നത്. അതിനൊക്കെ വലിയ മാറ്റം വരുത്തുന്ന രീതിയിലുള്ള കർമ്മ പദ്ധതികളല്ലേ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? നീലിമ, അകറ്റി നിർത്തുമ്പോഴും അകന്നു പോകാതെ ആഴത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എണ്ണയിട്ട യന്ത്രം കണക്കെയുള്ള നേതൃത്വം, പ്രവർത്തകർ, ആ ഒരു സ്വാധീനം തന്നെയാണ് BJPയെ വലിയ വിജയങ്ങൾക്ക് പര്യാപ്തമാക്കിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല വിധത്തിലുള്ള എതിർപ്പുകൾ, ഒപ്പം തന്നെ തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങൾ, പ്രവർത്തനം മന്ദീഭവിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് കഴിയുന്നത് അതിൻ്റെ സാധാരണ
പ്രവർത്തകരുടെ ഒരു കരുത്തിൽ തന്നെയാണ്. ആ ഒരു കരുത്ത് വിളിച്ചോതുന്നത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ ഉജ്ജ്വലമായ വിജയം, സുരേഷ് ഗോപിയുടെ വിജയം. ഒപ്പം തന്നെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള മുന്നേറ്റം, എതിരാളികൾ പോലും അമ്പരന്ന് പോയ തരത്തിലുള്ള വോട്ട് ഷെയർ വർധന, സംസ്ഥാനത്താകെയുള്ള വോട്ട് വിഹിതം പരിശോധിക്കുമ്പോഴും അത് ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം. എങ്ങനെയാണോ ഇടത് വലത് മുന്നണികളുടെ വോട്ട് ഷെയർ ഉണ്ടായത് അതിനൊട്ടും പിന്നിലല്ല, അല്ലെങ്കിൽ തീരെ താഴേക്ക് പോകാതെ ഒപ്പത്തിനൊപ്പം നിൽക്കും. അതുമാത്രമല്ല, അതിനെ കടന്നു പോകാൻ പോലും കഴിയുന്ന നിലയിലേക്ക് തങ്ങൾ വരുന്നു, തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും എല്ലാം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കി, അതേ വോട്ട് ഷെയറിനെ അടിസ്ഥാനമാക്കിയുള്ള നിയമസഭകളുടെ എണ്ണവും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിലെല്ലാം കൂടുതൽ ശക്തമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടും ഈ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടും മറ്റു മണ്ഡലങ്ങൾ, അതായത് നിലവിൽ വോട്ട് ഷെയറിൽ കുറവുള്ള അല്ലെങ്കിൽ വോട്ട് വീതത്തിൽ കുറവ് വന്നിട്ടുള്ള മണ്ഡലങ്ങളിൽ അവിടെ കൂടുതൽ ശക്തമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. നിലവിൽ ഏത് ഘട്ടത്തിലും സംസ്ഥാനത്ത് ഇടതു വലത് മുന്നണികൾ BJPയുടെ പ്രവർത്തനത്തെ എതിർക്കുകയും അത് തങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ വികസിത മുദ്രാവാക്യവുമായി ഒരു സംഘടന മുന്നോട്ട് വരുമ്പോൾ ജനങ്ങൾ അതിനെ വളരെ വേഗത്തിൽ തന്നെ സ്വീകരിക്കുമെന്നും അങ്ങനെ വികസിത മന്ത്രവുമായി മുന്നോട്ട് വരുന്ന സംഘടന അതിവേഗത്തിൽ ആഴത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയും അവരുടെ പ്രിയപ്പെട്ട സംഘടനയായി മാറുകയും ചെയ്യുമെന്ന അറിവ് സാധാരണ നിലയിൽ ഈ ഇടതു വലത് മുന്നണികളെ വലിയ തോതിൽ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കുന്നതിന് വേണ്ടി ദുരാരോപണങ്ങൾ, തെറ്റായ പ്രചരണങ്ങളെല്ലാം തന്നെ നടത്തുന്നു. അതിനെയെല്ലാം മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം നിസാരവൽക്കരിച്ചുകൊണ്ടും അത് അല്ല തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം, അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം കൃത്യമായി തന്നെ ഒരു പ്രവർത്തന പദ്ധതി ആസൂത്രണം ചെയ്ത് ആ പ്രവർത്തന പദ്ധതിയുടെ പന്താവിലൂടെ മുന്നോട്ട് നീങ്ങി ആ ഒരു ചവിട്ടുപടികളിൽ വിജയത്തിന്റെ മന്ത്രം തന്നെ ചൊല്ലി വിജയക്കൊടി നാട്ടാൻ കഴിയുമെന്ന കൃത്യമായ ഒരു പ്രതീക്ഷയും അതിനൊത്ത പ്രവർത്തനങ്ങളും തന്നെയാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന് പുത്തനുണർവേകിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് BJP സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ പോകുകയാണ്. ജിജീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.